തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടെങ്കിലും വോട്ടർക്ക് നൽകിയ വാക്ക് പാലിച്ച് സ്ഥാനാർത്ഥി. മേപ്പാടി പഞ്ചായത്ത് 15-ാം വാർഡിലെ 70-കാരിയായ ശ്രാമ്പിക്കൽ മാധവിയുടെ വീട്ടിലേക്ക് വൈദ്യുതി കണക്ഷൻ നൽകുമെന്ന വാക്കാണ് UDF സ്ഥാനാർത്ഥിയായിരുന്ന ഹൈദരലി നിറവേറ്റിയത്. CK ചന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. രാത്രി വന്യമൃഗങ്ങളുടെ ശല്യമുള്ള ചെമ്പ്രയിൽ ആരും തുണയില്ലാതെ ഒരു വീട്ടിൽ തനിച്ച് താമസിക്കുന്ന 70 വയസ്സ് കഴിഞ്ഞ മാധവിയുടെ സങ്കടം തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനിടയിലാണ് സ്ഥാനാർത്ഥിയായിരുന്ന ഹൈദരലി മനസ്സിലാക്കിയത്. തോറ്റാലും ജയിച്ചാലും ആ വീട്ടിൽ വൈദ്യുതി വെളിച്ചം എത്തിക്കുമെന്ന് അദ്ദേഹം അന്ന് തീരുമാനിച്ചു. തെരഞ്ഞെടുപ്പിൽ തോറ്റെങ്കിലും ആ വീട്ടിൽ വൈദ്യുതി കണക്ഷൻ ലഭിക്കാൻ വേണ്ട പ്രവർത്തനങ്ങളുമായി ഹൈദരലി മുന്നോട്ട് പോയി. ഓഫീസുകൾ കയറിയിറങ്ങാൻ ഒരു തുണയില്ലാത്ത പ്രശ്നമായിരുന്നു മാധവിയുടേത്. സുഹൃത്ത് റഫീഖിനോട് പറഞ്ഞ് വയറിംഗ് ജോലികൾ ചെയ്യിക്കുകയും KSEB അധികൃതരുമായി ബന്ധപ്പെട്ട് മാധവിക്ക് കണക്ഷൻ നൽകുന്നതിനുള്ള കാര്യങ്ങൾ നിർവഹിക്കുകയും ചെയ്തു. വീട്ടിൽ ആദ്യമായി വൈദ്യുതി ബൾബ് തെളിഞ്ഞപ്പോൾ മാധവിയുടെ മുഖത്തും സന്തോഷം തെളിഞ്ഞു. അല്ലാതെ ആരുമില്ല. നീ എന്നെ കൂട്ടിക്കൊണ്ടുപോയി, നീ എന്നെ കറണ്ട് ഓഫീസ് ഏതാന്ന് എനിക്കറിയില്ലായിരുന്നു. അതിന് നീ എന്നെ സംഗീതം എത്തി തന്നു, നീ എന്നെ എനിക്കൊരു ഉപകാരം ചെയ്തു തന്നു. അതിനോട് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും. മനസ്സിലൊരാശയം തോന്നി, എന്തായാലും ഈ ഒരു കറണ്ട് കിട്ടുന്നതിന് വേണ്ട നടപടികൾ എടുക്കണമെന്ന് ഞങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ചെങ്കിലും അമ്മയോട് ഞങ്ങളത് പറഞ്ഞിരുന്നില്ല. അങ്ങനെ വോട്ടെണ്ണൽ കഴിഞ്ഞു. വളരെ പെട്ടെന്ന് തന്നെ ഈ അമ്മയുമായിട്ട് ഞങ്ങൾ മേപ്പാടി KSEB ഓഫീസിൽ എത്തുകയും അവരുമായിട്ട് സംസാരിച്ച് അവരെല്ലാം വളരെ ഉണർന്നു പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ട് തന്നെയാണ് ഇന്ന് ഈ വീട്ടിൽ വൈദ്യുതി എത്തിയിട്ടുള്ളത്. വരുമാന സർട്ടിഫിക്കറ്റ്, കൈവശ സർട്ടിഫിക്കറ്റ് എന്നിവ വേഗത്തിൽ അനുവദിച്ച കോട്ടപ്പടി വില്ലേജ് അധികൃതർ, മേപ്പാടി KSEB അധികൃതർ, വയറിംഗ് ജോലി ചെയ്തു കൊടുത്ത റഫീഖ്, എല്ലാവരുടെ പങ്കും ഹൈദരലി എടുത്തു പറഞ്ഞു. CK ചന്ദ്രൻ, വയനാട് വിഷൻ, മേപ്പാടി.